ഹലോ, എല്ലാവർക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിവിടെ ചെയ്യുന്നത് 2023 വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വളരെ കുറഞ്ഞ സെഷനിലൂടെ നിങ്ങൾക്ക് അഥവാ പരീക്ഷയ്ക്ക് പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ കവർ ചെയ്യാം എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സമയം കളയുന്നില്ല, നേരെ തന്നെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ക്ലാസ് കേൾക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ നോട്ട് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുക. അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി വെച്ചിട്ടാണ് ഫാക്ടുകൾ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ കുറച്ച് ഫാക്ടുകൾ കൂടുതൽ ഉണ്ടാവും. അതേസമയം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ക്ലാസ് എടുത്തു പോകുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കുക. സമയമുള്ള ആളുകൾ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് മൊത്തം ഒന്ന് ഓടിച്ചു പോവുക. എല്ലാം ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും നടത്തരുത്. കാരണം നമ്മൾക്ക് അത്രമാത്രം പ്രോബബിലിറ്റി എന്ത് ചെയ്യില്ല, ഇതിനുണ്ടാവില്ല. അതേ സമയത്ത് വളരെ നിങ്ങൾ റാങ്ക് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഫാക്ടുകൾ ഒന്ന് പരിശോധിച്ചു പോകാം. 2023 തുടങ്ങുമ്പോൾ തന്നെ 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവാരായിരുന്നു? നൊവാക് ജോക്കോവിച്ച് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇദ്ദേഹം എത്ര ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടി എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവാരായിരുന്നു? അരിന സെബലങ്ക. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫാക്ടുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അടുത്തൊരു കാര്യം, ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡിന് ഉടമയായതാരാണ്? മരിയ ബെന്യാസ് മൊറേറ, 115 വയസ്സാണ്. ഓക്കെ, അപ്പൊ 2023 ജനുവരിയിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം നിയന്ത്രണാതീതമായതിനെ തുടർന്ന് മീൻസ് അവിടെ ഭരണത്തിനെതിരെ ഒരു പ്രക്ഷോഭം വന്നു. അതിന്റെ പേരിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം ഏതാണ്? അത് പെറു ആണ്. ഓക്കെ, പെറു ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെങ്കി വന്നതിന്റെ പേരിലും അവിടെ ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം 2023 ജനുവരിയിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം നടന്നതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം ഏതാണ്? പെറു ആണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് തൊട്ടു മുമ്പത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഈ പറയുന്ന ഡെങ്കിയുടെ പേരിൽ ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രസിഡന്റ് ദിന ബെലുവാട്ടി, അപ്പൊ അദ്ദേഹത്തിനെതിരായ ഒരു പ്രശ്നമാണ് വരുന്നത്. മുൻ പ്രസിഡന്റ് കാസ്റ്റിലോയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം 2022 ഡിസംബറിലാണ് നിലവിലെ പ്രസിഡന്റായ ദിനോ ബെലുവാട്ട് അധികാരമേറ്റത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, തൊട്ടു മുമ്പത്തെ ഭരണാധികാരി ആരാണോ അവർ നിലവിലെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ അനുയായികൾ നിലവിലെ ഭരണാധികാരികൾക്ക് സമരം നടത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പൊ ഈ പറയുന്ന ബാക്കിയുള്ള ഫാക്ടുകളൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഈ പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്ന പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. 2023 അല്ല, 2022 ഓക്കെ, അപ്പൊ 2022 ഡിസംബർ 31 മരണമടഞ്ഞ കത്തോലിക്ക സഭയുടെ 265 മാർപ്പാപ്പ ആരാണ്? അത് കർദിനാൾ ജോസഫ് അല്ലെങ്കിൽ ബെനഡിക്ട് 16 എന്ന് പറയും. അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. എന്താണ്? കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ എന്നാണ് പേര്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഈ പറയുന്ന ബെനഡിക്ട് 16 അല്ലെങ്കിൽ കർദിനാൾ ജോസഫ് വാറ്റ്സിംഗർ എന്ന് പറയുന്ന ഒരു പേര് പഠിച്ചു വെക്കുക. ദെൻ ഇതിന്റെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, 600 വർഷത്തിനിടെ സ്ഥാനത്യാഗം ചെയ്ത ആദ്യ മാർപ്പാപ്പയാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ സാധാരണ രീതിയിൽ സ്ഥാനത്യാഗം ചെയ്യാറില്ല. അപ്പൊ ഇവിടെ സ്ഥാനത്യാഗം ചെയ്ത ഒരു മാർപ്പാപ്പയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതെന്ത് ചെയ്തത്, ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ജർമ്മനിയിലാണ് ജനിച്ചത്. അതേപോലെ തന്നെ വത്തിക്കാൻ സിറ്റിയിൽ വെച്ചാണ് മരണം. മീൻസ് ആ ഒരു കാര്യം. 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? വാൾട്ടർ കണ്ണിംഗ്ഹാം. ഈ ഒരു പേര് ഓർത്തു വെക്കുക. കാരണം നമ്മളിപ്പോ ഗഗൻയാൻ മിഷൻ പോലെയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക.
അടുത്തൊരു കാര്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? കെ സ്മാർട്ട്. ഇപ്പോ റീസെന്റ് ആയിട്ട് തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കെ സ്മാർട്ടിന്റെ പരസ്യം മീൻസ് പുറത്തിറങ്ങിയപ്പം അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ അപലപിക്കുന്ന അല്ലെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് എന്നുള്ളൊരു പരാമർശവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു, നിരന്തരം വന്നിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം കെ സ്മാർട്ട് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി പുറത്തിറക്കിയ ആപ്പാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പരിപാടി ആരംഭിച്ച ആദ്യ ജില്ല ഏതാണ്? ആലപ്പുഴ. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഹൗസ് ബോട്ട് ടൂറിസം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഒരു ഫാക്ട് മാത്രം നിങ്ങൾ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അടുത്തത് പന്തളം കേരള വർമ്മ കവിതാ പുരസ്കാരം. ഇത് ലഭിച്ചത് ആർക്കാണ്? കെ ജയകുമാർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡെപ്തിൽ പോകുന്നില്ല. നിങ്ങൾ കേരള ഹിസ്റ്ററിയുടെ ഒക്കെ ഭാഗമായിട്ട് മഹാകവി പന്തളം കേരള വർമ്മ അല്ലെങ്കിൽ മലയാളത്തിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. വി ആർ മൂവിങ് അഹെഡ്. നെക്സ്റ്റ്, തമിഴ്നാട്ടിൽ പുന്നക്കൈ എന്ന പേരിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? മന്ദഹാസം എന്ന് പറയും. ഓക്കെ, അപ്പൊ മീൻസ് സ്വാഭാവികമായിട്ടും ഒരു സ്റ്റേറ്റ്, ആ ഒരു സ്റ്റേറ്റിന് ചില പദ്ധതികൾ മറ്റു സ്റ്റേറ്റുകൾ എന്ത് ചെയ്യും, മീൻസ് അഡോപ്റ്റ് ചെയ്യും. അത് നമ്മൾ ബോറോ ചെയ്തു അല്ലെങ്കിൽ കടമെടുത്തു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്താണ്, അത്തരത്തിലാണ് അല്ലെ. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ ചരക്ക് നീക്കത്തിന് വേണ്ടി സ്വന്തമായി വിമാന സർവീസ് ആരംഭിച്ച ഇ കൊമേഴ്സ് കമ്പനി ആരാണ്? ആമസോൺ ആണ്. ആരാണ്? സ്വന്തം അഥവാ ചരക്ക് നീക്കത്തിന് വേണ്ടി അവരുടെ സ്വന്തം. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പൊ ഫ്ലിപ്കാർട്ട് ഒക്കെ അവരുടെ ഡെലിവറി ഒക്കെ ആരാണ്? ഫ്ലിപ്കാർട്ട് തന്നെയാണ് ഡീൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതേപോലെ ആമസോൺ. അപ്പൊ ആമസോൺ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ചരക്ക് നീക്കത്തിന് വേണ്ടി സ്വന്തമായി എന്ത് ചെയ്യുന്നുണ്ട്? വിമാന സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. 2022 ഏറ്റവും മികച്ച T20 ക്രിക്കറ്റ് താരമായി ICC തെരഞ്ഞെടുത്തത് ആരെയാണ്? സൂര്യകുമാർ യാദവിനെയാണ്. അപ്പൊ റീസെന്റ് ആയിട്ട് സീനിയർ താരങ്ങൾക്കൊക്കെ വിശ്രമം നൽകിയ ഒരുപാട് മത്സരങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹം ഇന്ത്യയെ നയിച്ചിട്ടുണ്ട്. വളരെ വലിയ രീതിയിലുള്ള ഒരു വിന്നിംഗ് പേഴ്സൻറ്റേജും ഇദ്ദേഹത്തിനുണ്ട്. ജസ്റ്റ് ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കുക. അടുത്തത്, കുടുംബശ്രീ മിഷൻ 25ാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട സംഗമമാണ് ചുവട്. കാരണം കുടുംബശ്രീ എന്ന് പറയുന്നത് തന്നെ പുതിയൊരു ചുവട് വെപ്പായിരുന്നു അല്ലെ. കാരണം സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ വുമൺ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവരെ കൂടി ഒരു ഇൻക്ലൂസീവ് എക്കണോമിക് ഗ്രോത്ത്, അപ്പൊ അതിന്റെ ഭാഗമാക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനമാണ് കുടുംബശ്രീ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുടുംബശ്രീ എന്ന് ആരംഭിച്ചു, അതേപോലെ തന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ബേസിക് ഫാക്ടുകളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. അടുത്തൊരു കാര്യം, ഇപ്പൊ പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തിന്റെ ജീവിതകഥ ആസ്പദമാക്കിയിട്ട് നിർമ്മിക്കുന്ന സിനിമ, ആ ഒരു സിനിമയുടെ പേര് മൈക്കിൾ ജാക്സൺ. മൈക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇത് ആന്റോണിയോ ഫ്യൂക്കെ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് സംവിധാനം ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു ഫാക്ട് നിങ്ങൾ മീൻസ് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ഓളത്തിൽ അങ്ങ് വായിച്ചോ കേട്ടോ പോവുക. എന്നിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ എന്തായാലും പഠിക്കണം. അതേസമയത്ത് ഈ പറയുന്ന ഫാക്ടുകളിലൂടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ചു പോവുക. ചില ഫാക്ടുകൾ നിങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു സ്ഥലത്ത് ക്വസ്റ്റ്യനിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 2022 അറബ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം, അത് മീൻസ് അഷ്റഫ് ഹക്കീം എന്ന് പറയും. ഇത് മൊറോക്കോക്കാരനാണ്. അഷ്റഫ് ഹക്കീം, മൊറോക്കോ. ഈ മൊറോക്കോ കഴിഞ്ഞ വേൾഡ് കപ്പിൽ മൊറോക്കോക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ. ആ ഒരു പ്രത്യേകത നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അടുത്തത്, 2023 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സ്റ്റേറ്റ് ഏതാണ്? കേരളയും. 2023 ആരംഭിച്ച പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല ഏതാണ്? പാലക്കാടാണ്. ഓക്കെ, അപ്പൊ 2023 ആരംഭിച്ച പ്രഥമ കിഡ്സ് അത്ലറ്റിക്സ്, കാരണം ഇത് പ്രഥമയാണ്, ഫസ്റ്റ് എന്ന് പറയും. അപ്പൊ ഈ ഫസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക,
ജസ്റ്റ് ഈ ഒരു കാര്യം ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ട് മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പാലക്കാടാണ്. ഓക്കെ. ദെൻ 2023 ജനുവരിയിൽ ടെന്നീസിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ താരമാരാണ് സാനിയ മിർസ. ഓക്കെ. അപ്പൊ ഇന്ത്യൻ ടെന്നീസിൽ അത്രയും വലിയ മീൻസ് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിയ താരങ്ങൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് വനിതകളിൽ നിന്ന് വളരെ കുറഞ്ഞ പേരുകൾ മാത്രമേ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സാനിയ മിർസ. അതേപോലെ തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്ററെ വിവാഹം ചെയ്തു എന്നതിന്റെ പേരിലൊക്കെ ഒരുപാട് വിവാദങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ വിവാഹമോചനമൊക്കെ നേടിയിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. കാരണം മീൻസ് വാർത്തകളിലൊക്കെ ഇടം പിടിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ശ്രദ്ധിക്കാം. അടുത്തൊരു കാര്യം, 2022 വിശ്വസുന്ദരി കിരീടം ചൂടിയത്. അപ്പൊ 2022 നിങ്ങൾ പഠിക്കണോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. കാരണം 2023 വന്നിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം, നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ അമേരിക്കക്കാരി വിശ്വസുന്ദരി ആർ ബോണി ഗബ്രിയേൽ എന്ന് പറയും. അമേരിക്കക്കാരിയാണ്. ചില പരീക്ഷകളിലൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കാണുന്നുണ്ട്. ഇത് 77ാമത് മിസ് യൂണിവേഴ്സ് കിരീടമാണ്. 84 രാജ്യങ്ങളെ പിന്തള്ളിയാണ്. രണ്ടാം സ്ഥാനം ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറയുന്നത് അമാൻഡ ഗുഡമെൽ വെനിസ്വലയാണ്. മൂന്നാം സ്ഥാനം സെക്കൻഡ് റണ്ണറപ്പ് ആൻഡ്രീന മാർട്ടിനസ് എന്ന് പറയും, ഡൊമിനിക്കൻ റിപ്പബ്ലിക് ആണ്. ദെൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചത് ദിവിത റായി ആണ്. ഓക്കെ, അപ്പൊ അവർക്ക് 10ാം സ്ഥാനമോ അങ്ങനെ എന്തോ ആണ് കിട്ടിയത്. ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരാണ് എന്ന് പറയുന്ന ഒരു ഫാക്റ്റും, അതേപോലെ തന്നെ ഇതിൽ ആർക്കാണ് മിസ് യൂണിവേഴ്സ് ആയത് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം പഠിച്ചു വെക്കാം. അടുത്തത് പ്രഥമ അണ്ടർ-19 വനിതാ T20 ലോകകപ്പ്. ഇതും പ്രഥമയാണ്. പ്രഥമ എന്ന് പറയുമ്പോൾ ആദ്യത്തേതാണ്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഫസ്റ്റ് അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് കിരീട ജേതാക്കളായത് ഇന്ത്യയാണ്. ചിരവൈരികളായ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. ഓക്കെ, ഇത് അണ്ടർ-19 ആണ് കേട്ടോ, അല്ലാതെ വനിതാ ലോകകപ്പോ അല്ലെങ്കിൽ വനിതാ T20 അല്ല, അണ്ടർ-19 ആണ്. ഇനി അടുത്ത ഫാക്ട് നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. 2023 പുരുഷ ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ജർമ്മനിയാണ്. സെക്കൻഡ് റണ്ണറപ്പ് ആയത് ആരാണ്? ബെൽജിയമാണ്. ഓക്കെ, കാരണം ഇന്ത്യയുടെ ഒരു ദേശീയ പ്ലേ അല്ലെങ്കിൽ ദേശീയ ഗെയിം എന്ന രീതിയിലാണ് ഹോക്കി വരുന്നത്. മുമ്പ് ഒളിമ്പിക്സിലൊക്കെ നമ്മൾ ഗോൾഡ് മെഡൽ ഒക്കെ നേടിയിരുന്നെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഈ പറയുന്ന ക്രിക്കറ്റിന്റെ അതിപ്രസരമൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോക്കി എന്ന് പറയുന്ന ഒരു കളി നമ്മളുടെ മുഖ്യധാരയിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് പോയി എന്ന് നമ്മൾ, അല്ലെങ്കിൽ പിന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഫാക്ട് കൂടി നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കാം. അടുത്തൊരു കാര്യം മീൻസ് 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ആതിഥേയത്വം കസാക്കിസ്ഥാനാണ്. ഓക്കെ, അപ്പൊ 2023 FIDE ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് അത് കസാക്കിസ്ഥാനാണ്. മെയ് മാസങ്ങളിലായിട്ടായിരിക്കും ഇത് നടക്കുക. പക്ഷെ ഇതിന്റെ വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോക ചെസ് ചാമ്പ്യനായ മാഗ്നസ് കാൾട്ടൺ ഇതിൽ മത്സരിച്ചിട്ടില്ല എന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് 2023 മെയ് മാസത്തിലാണ് നടന്നത്. അതേസമയം എന്ത് ചെയ്തിട്ടില്ല, ഇതിൽ മാഗ്നസ് കാൾസൺ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ, 2022 ICC മെൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം അല്ലെങ്കിൽ എന്താണ്, സർ ഗാൽഫീൽഡ് ട്രോഫി ലഭിച്ചിരിക്കുന്നത് ബാബർ അസം, പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ ഒക്കെ ആയിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് വേൾഡ് കപ്പിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ഫാക്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു ഫാക്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അടുത്തൊരു ഫാക്ട്, 2023 എന്ന് പറയുന്ന വർഷത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഐക്യരാഷ്ട്രസഭ ചെറുധാന്യ വർഷമായി ഇയർ ഓഫ് മില്ലറ്റ്സ് ആചരിക്കുന്ന വർഷമാണ് 2023. ഓക്കെ, ആ ഒരു കാര്യം ജസ്റ്റ് ശ്രദ്ധിക്കണേ. 2023 എന്ന് പറയുന്ന വർഷത്തിന്റെ പ്രത്യേകത എന്താണ്? ഇയർ ഓഫ് മില്ലറ്റ്സ്. ഐക്യരാഷ്ട്രസഭ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട്, കാരണം മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് വളരെ വലിയ ഒരു ന്യൂട്രീഷൻ കപ്പാസിറ്റി ഉള്ള, പൾസസ് ഒക്കെ പോലെ തന്നെ എന്താണ്, ഈ ഒരു കപ്പാസിറ്റി ഒക്കെ ഉള്ള സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് 2023. ഏഷ്യയിൽ ആദ്യമായി ഹൈഡ്രജൻ പവേർഡ് ട്രെയിന് ചൈന ഇപ്പൊ തൊട്ട് മുമ്പത്തെ ദിവസം ഹൈഡ്രജൻ ഫെറി സെൽ മീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജൻ സെൽ ഫെറി
അല്ലെങ്കിൽ ഹൈഡ്രജൻ സെൽ ഉപയോഗിച്ചിട്ടുള്ള ഫെറി മീൻസ് ചെറിയ ബോട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനമന്ത്രി ഇപ്പൊ റീസെന്റ് ആയിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടാണ്. അതേസമയത്ത് ഏഷ്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ആരാന്ന് ചോദിച്ചാൽ ചൈനയാണ്. ഇപ്പൊ റിന്യൂവബിൾ അല്ലെങ്കിൽ എന്താണ് സോളാർ എനർജി അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി ഈ ഒരു മേഖലയിൽ വളരെ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു വസ്തുതയാണ്. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. അടുത്തത് വ്യായം എന്ന് പറയുന്ന ഗ്രഹത്തിലേക്കുള്ള യൂറോപ്പിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ ദൗത്യമാണ്. ബഹിരാകാശ ദൗത്യം ഏതാണ്? ജൂപ്പിറ്റർ ഐസി മൺസ് എക്സ്പ്ലോറർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ജൂപ്പിറ്റർ എന്നാണ് ഈ പറയുന്ന ഒരു കാര്യം, ജസ്റ്റ് മൂൺസ് എക്സ്പ്ലോറർ എന്ന് പറയും. ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ. അപ്പൊ ഈ വ്യായത്തിന്റെ ഉപഗ്രഹങ്ങളായ ഗ്യാനിമിഡീസ്, യൂറോപ്പ, കാലിസ്റ്റ ഈ പറയുന്ന ഉപഗ്രഹങ്ങളിലെ ജനസാന്നിധ്യം, വാസയോഗ്യത. ഇപ്പോ റീസെന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് മൂൺ മിഷൻസ്. മൂൺ മിഷൻസ് എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ ഇപ്പൊ ജപ്പാൻ മീൻസ് സക്സസ്ഫുള്ളി ലാൻഡ് ചെയ്തു, റഷ്യയുടേത് പരാജയപ്പെട്ടു, ലൂണ. ദെൻ ഇപ്പോ ഒരു അമേരിക്കൻ നാസ ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, മൂണിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മൂൺ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മിഷൻസ് അത് എത്രമാത്രം കാരണം ഭൂമിയുടെ പോസിബിലിറ്റി ഏകദേശം ഗ്ലോബൽ വാർമിങ് ഇനി എത്ര നമുക്ക് ഇത് കോമ്പാറ്റ് ചെയ്യാൻ പറ്റും, എത്രമാത്രം നമ്മൾക്ക് തിരിച്ചു വരാൻ പറ്റും, ഇതൊന്നും പ്രഡിക്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഒരു ലക്ഷ്യം അഥവാ നമുക്ക് വാസയോഗ്യമായ മറ്റേതെങ്കിലും മേഖലകളിലേക്ക് മാറാൻ സാധിക്കുമോ എന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നത്. അടുത്ത ഒരു കാര്യം, ഇപ്പോ നമ്മള് ഇന്റർനെറ്റ് ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ന്യൂസിൽ കണ്ട ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന മീൻസ് അണ്ടർ വാട്ടർ കേബിളുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ നെറ്റ് യൂസ് ചെയ്യുന്ന, നെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന. അപ്പൊ ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റുകളൊക്കെ വന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വിഭാഗങ്ങൾക്ക് മാത്രമേ ഇത് ആക്സസിബിൾ ആകുന്നുള്ളൂ. അതേസമയം ഇത്രയും വലിയൊരു വിഭാഗം വരുന്ന ഈ അണ്ടർ വാട്ടർ കേബിളൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഈ 2023 ജനുവരിയിൽ മൊബൈൽ ഇന്റർനെറ്റ് വേഗതയിൽ ലോകത്ത് ഒന്നാമതെത്തിയ രാജ്യമാരാണ്? ഖത്തറാണ്. ഓക്കെ, ആ ഒരു പേര് മാത്രം, രാജ്യത്തിന്റെ പേര് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം, 2023 ജനുവരിയിൽ ജസിൻഡ ആർഡൻ രാജിവെച്ചതിനെ തുടർന്ന് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? ക്രിസ് ഹിപ്പിൻസ് എന്ന് പറയും. ഈ ജസിൻഡ ആർഡൻ ഇവര് മീൻസ് എന്താണ്, ഇപ്പൊ നമ്മള് ഇന്ത്യയിൽ തന്നെ ഈ പറയുന്ന പാർലമെന്റേറിയൻസ് അഥവാ പാർലമെന്റേറിയൻസ് എന്ന് പറയേണ്ട നമ്മളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് സ്ത്രീകളുടെ സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് മാക്സിമം 15% ആണ്. അതേസമയത്ത് പല സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയാലും പല രാജ്യങ്ങളും ഇതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. ദെൻ ഓൾമോസ്റ്റ് ഓൺ ആൻ ആവറേജ് പല രാജ്യങ്ങളും അല്ലെങ്കിൽ എന്താണ് പുരോഗതി അല്ലെങ്കിൽ പുരോഗമനാത്മകമായ ചിന്താഗതിയുള്ള രാജ്യങ്ങളിലൊക്കെ 40 to 45% ഒക്കെ എന്തുണ്ട്, വനിതകളുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരുടെ ലിസ്റ്റ് എടുത്താൽ ആകെ ഒരു ലേഡി പ്രൈം മിനിസ്റ്റർ മാത്രമേ നമുക്കുള്ളൂ. അതിനു മുമ്പും അതിനുശേഷവും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്ദിരാഗാന്ധി തന്നെ വരുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പൊ നെഹ്റുവിന്റെ മകൾ എന്ന് പറയുന്ന ആ ഒരു പേരിനോടൊപ്പം തന്നെ അത്രമാത്രം കൃത്യമായ രീതിയിലുള്ള അനുഭവ പരിചയം ഉണ്ടായിട്ട് പോലും നെഹ്റുവിന്റെ മരണത്തെ തുടർന്ന് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വന്നതല്ല. അതേസമയത്ത് ഇന്ദിരാഗാന്ധി മരിച്ചപ്പം ഫസ്റ്റ് ചോയ്സ് ആയിട്ട് അത്രമാത്രം അനുഭവ പരിചയം ഇല്ലാഞ്ഞിട്ട് കൂടി രാജീവ് ഗാന്ധി വരുന്നു. ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അദ്ദേഹം വരുന്നു. അപ്പൊ ഈ ഒരു നമ്മളുടെ ഒരു പാട്രിയാർക്കൽ മെന്റാലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. ഓക്കെ, ഞാൻ അതല്ല പറഞ്ഞത്. ഇപ്പൊ ജസീൻഡ ആർഡൻ രാജിവെച്ചിട്ടുണ്ട്. കാരണം വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുകയും അതേസമയത്ത് മീൻസ് ഇന്റർനാഷണൽ മീഡിയയുടെ വരെ പ്രോത്സാഹനം അല്ലെങ്കിൽ എന്താണ് അവരുടെ മീൻസ് സപ്പോർട്ട് ലഭിക്കുകയൊക്കെ ചെയ്തൊരു വനിതയാണ്. അവർ രാജിവെച്ചതിനെ തുടർന്ന് ന്യൂസിലാൻഡിൽ ആരാണ് അധികാരത്തിൽ വന്നത്? ദെൻ വെൽക്കം കോപ്സ് എന്ന് പറയുന്ന അഭയാർത്ഥി പദ്ധതി പ്രഖ്യാപിച്ചത് ആരാണ്? അമേരിക്കയാണ്. വെൽക്കം കോപ്സ് എന്ന് പറയുന്ന അഭയാർത്ഥി പദ്ധതി പ്രഖ്യാപിച്ചത് അതാരാണ്? അമേരിക്കയാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് ഏതാന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വികസിത രാജ്യങ്ങളൊക്കെ നേരിടുന്ന
ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന അഭയാർത്ഥി പ്രവാഹങ്ങളാണ്. അഭയാർത്ഥി പ്രവാഹങ്ങൾ കേവലം മൈഗ്രേഷൻ അല്ല, അതേ സമയത്ത് ഇല്ലീഗൽ മൈഗ്രേഷനും അതേപോലെ തന്നെ അസീലം സീക്കേഴ്സ്. അപ്പൊ ഈ അസീലം സീക്കേഴ്സ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നമുണ്ട്. ഒന്ന്, അവിടെയുള്ള മീൻസ് എന്താണ്, പ്രാദേശികമായിട്ടുള്ള പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ട്. ഈ പൊളിറ്റിക്കൽ ക്രൈസിസ് മാത്രമൊന്നല്ല, അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച്, ഇതുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള പല, ഇനിയും വരും ദിവസങ്ങളിൽ ഇത് കൂടി വരാൻ പോവുകയാണ്. ലോകത്ത് ആദ്യമായി മണലിൽ നിന്ന് നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ്. കാരണം ഇതുപോലെയുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം നമ്മൾക്ക് 2070 ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം? പരിപൂർണമായിട്ടും റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ നെറ്റ് സീറോ എമിഷനിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പുതിയ സംവിധാനങ്ങൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. ഇപ്പോ ഈ സാക്ഷരത അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി, ഇതുപോലെയുള്ള പല പദ്ധതികളിലും എന്തായിരിക്കും? നമ്മളായിരിക്കും ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. കേരള എന്ന് പറയുന്ന സ്റ്റേറ്റ് ആയിരിക്കും പലപ്പോഴും എന്ത് ചെയ്യുന്നത്? മുന്നിൽ നിൽക്കുന്നത്. ആ ഒരു ഫാക്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത് ആരാണ്? വയനാടാണ്. സൗദി അറേബ്യയുടെ ഈ വർഷത്തെ ജോയ് പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ബച്ചനാണ്. ഓക്കെ, ഇത് ഫാക്ട് നിങ്ങൾ പഠിച്ചു വെക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. യുണൈറ്റഡ് നേഷൻസ് അന്താരാഷ്ട്ര ഒട്ടക വർഷകമായി ആചരിക്കാൻ തീരുമാനിച്ചത് 2024 ഇത് 2 ചോദ്യങ്ങൾ ഒന്നിച്ചായി പോയതാണ്. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് 2024. അപ്പൊ 2023 നമ്മൾ പറഞ്ഞു എന്താണ്? മില്ലറ്റ്സ് എന്താണ്? ചെറുധാന്യം. 2024 എന്താണ്? ഈ പറയുന്ന ക്യാമൽ. അപ്പൊ എന്തായി? നമ്മൾ മില്ലറ്റ് ക്യാമലിന് കൊടുക്കുന്നു എന്നങ്ങ് വിചാരിച്ചാൽ മതി. അപ്പൊ ആദ്യം മില്ലറ്റ് വേണ്ടേ? ഓക്കെ, അപ്പൊ 2023 മില്ലറ്റ്, 2024 എന്താണ്? ഈ പറയുന്ന ഒട്ടകം, ക്യാമല്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വരുന്നത് എവിടെയാണ്? അരൂർ, ആലപ്പുഴ. അപ്പൊ എന്താണ് ദേശീയപാത വികസനം? ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ ബൈ റോഡ് കേരളത്തിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം, മീൻസ് കേരളം മൊത്തം എന്താണ് വളരെ വലിയൊരു ക്രൈസിസ് ആണ് അല്ലെ. കാരണം ഇപ്പൊ റോഡിലൂടെ യാത്ര എന്ന് പറയുന്നത് അത്രയും പരിതാപകരമായ അവസ്ഥയിലാണ്. ഇപ്പൊ ട്രിവാൻഡ്രം ടു കാലിക്കറ്റ് ഒക്കെ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടൊക്കെയുള്ള സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അരൂർ, ആലപ്പുഴയിലാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വരുന്നത്. ദെൻ 2023 ജനുവരിയിൽ അന്തരിച്ച കാശ്മീരിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാരാണ്? റഹ്മാൻ റാഫി എന്ന് പറയും. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിലെയാണ്, കാശ്മീരിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ്. അല്ലാതെ ഇന്ത്യയിലേതോ അല്ലെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരം, കാശ്മീരിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. അടുത്തൊരു കാര്യം, യുണൈറ്റഡ് നേഷൻസ് ഹിമാനികളുടെ സംരക്ഷണത്തിന് വേണ്ടി അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ ഈ 2025, 2023 ചെറുധാന്യം നിങ്ങൾ പഠിച്ചു. അതേപോലെ തന്നെ ഇപ്പൊ 2024 നമ്മൾ പറഞ്ഞു ഒട്ടകം. ദെൻ 2025 എന്താണ്? ഹിമാനികൾ അല്ലെ. 2025 എന്താണ്? ഹിമാനികൾ. ഇതൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇങ്ങനെ മീൻസ് ഒരു രസത്തിൽ ഇങ്ങനെ എഴുതിയോ വായിച്ചോ ഒക്കെ പഠിച്ചങ്ങ് പോവാം. ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കേരള പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ ആഗ് എന്ന് പറയും. എന്താണ്? ഗുണ്ടകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ആഗ്. ഇനി മീൻസ് 2023 ജനുവരിയിൽ സൂര്യനിൽ ദൃശ്യമായ സൗരകളങ്കം എന്താണ്? AR3190 എന്ന് പറയും. നിങ്ങൾ ജസ്റ്റ് മീൻസ് ഈ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. കാരണം ഇവിടെയുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ എന്താന്ന് ചോദിച്ചാൽ, ആദിത്യ L1 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ആദിത്യ L1 ലോഞ്ച് ചെയ്തു എന്ന് മാത്രമല്ല, നമ്മൾ ജൂലൈയിൽ എന്ത് ചെയ്യുന്നു? ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്യുന്നു. ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3 സക്സസ്ഫുള്ളി ലാൻഡ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം തൊട്ടടുത്ത മാസം സെപ്റ്റംബറിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ മീൻസ് ആദിത്യ L1 ലാഗ്രാഞ്ച് പോയിന്റ് 1ലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് സൂര്യനെ അല്ലെങ്കിൽ എന്താണ് സൂര്യനിൽ നിന്നുള്ള ആ ഒരു സോളാർ റേസ്, ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യം ആദിത്യ L1 നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും ആദിത്യ L1 എന്ന് പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. അതേപോലെ തന്നെ
സസ്യബുക്കുകളായ ടൈറ്റോനോസിറസ് വിഭാഗത്തിൽപ്പെടുന്ന ഡിനോസറുകളുടെ മുട്ടകൾ കണ്ടെത്തിയത് എവിടെയാണ്? മധ്യപ്രദേശ്. ഓക്കെ, അപ്പൊ ഡിനോസറുകളെ അവ സസ്യബുക്കുകളായ അവ സാധാരണ രീതിയിൽ ഡിനോസറുകളൊക്കെ മാംസബുക്കുകളായിട്ടാണ് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടു പരിചയിക്കാറുള്ളത്. മാംസബുക്കുകളല്ല, സസ്യബുക്കുകളായ ഡിനോസറുകൾ, അതിന്റെ മുട്ടകൾ എന്താണ്? ടൈറ്റാനോസിറസ് എന്ന് പറയും. ആ വിഭാഗത്തിൽപ്പെട്ട മീൻസ് ഈ പറയുന്ന ഡിനോസറുകളുടെ മുട്ടകൾ കണ്ടെത്തിയത് മധ്യപ്രദേശിലാണ്. നെക്സ്റ്റ് വൺ, 2023 വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവര് പുറത്തുവിട്ട പട്ടിക പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ ആരാണ്? ഷാറുഖ് ഖാൻ. ഓക്കെ, ഇതൊക്കെ മീൻസ് ഒരു ക്ലീഷേ ഫാക്ടേഴ്സ് ആണ്. എന്നിരുന്നാലും ഇപ്പൊ ഇദ്ദേഹത്തിന്റെ, കാരണം ഇപ്പോ ഹോളിവുഡൊക്കെ ഒരു ക്രൈസിസിലാണ് എന്നുള്ള ഒരു സംസാരം പൊതുവെ വരുന്നുണ്ട്. അപ്പൊ റീസെന്റ് ആയിട്ട് ഒരു സിനിമ കൊണ്ട് നമ്മളുടെ മീൻസ് പ്രേക്ഷകരെ ഞെട്ടിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഫാക്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2023 ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന എന്താണ് റെനസ്റ്റോൺ കണ്ടെത്തിയ രാജ്യം എവിടെയാണ്? നോർവേയാണ്. ഓക്കെ, ഇത് മീൻസ് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു പോയാൽ മാത്രം മതി. അതേപോലെ തന്നെ 2023 ജനുവരിയിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായി പീറ്റർ പവേൽ എന്ന് പറയും. കാരണം ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഒരു ഫാക്ട് ഉൾപ്പെടുത്തിയത് ഈ പറയുന്ന രാജ്യങ്ങളും ഇന്ത്യയും തമ്മിൽ, ഈ പറയുന്ന എനി രാജ്യം, ഇപ്പൊ ചെക്ക് റിപ്പബ്ലിക് ആണെങ്കിൽ ചെക്ക്, ഇന്ത്യ, ഈ പറയുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ബൈലാറ്ററൽ റിലേഷനോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. കാരണം ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരാണ്? പ്രസിഡന്റ് ആരാണ്? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോ ഗ്രീക്ക് പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അല്ലെ? ഈ പറയുന്ന റൈസിന ഡയലോഗിന്റെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ പേരൊന്ന് പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ 2024 റിപ്പബ്ലിക് ഡേ പരേഡിന്റെ മീൻസ് ചീഫ് ഗസ്റ്റ് ആരായിരുന്നു? ഇമ്മാനുവൽ മാക്രോൺ. അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റാണ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ആദ്യ ഓവറിൽ ഹാട്രിക് കരസ്ഥമാക്കിയ താരമാരാണ്? ജയദേവ് ഉനദ്കട്ട്. ഇദ്ദേഹം ഇന്ത്യൻ ടീമിനൊക്കെ വേണ്ടി കളിച്ച ആളാണ്. ഈ ഒരു പേര് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചരിത്രത്തിൽ ആദ്യ ഓവറിൽ തന്നെ ഹാട്രിക് നേടുന്നത്. അത് ജയദേവ് ഉനദ്കട്ടാണ്. സൗരാഷ്ട്ര ടീമിന് വേണ്ടിയിട്ടാണ്. ഡൽഹിക്കെതിരെയാണ് ആദ്യ ഓവറിൽ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹാട്രിക് കരസ്ഥമാക്കിയത്. അതേപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണോ മാഞ്ചസ്റ്റർ സിറ്റി ആണോ? ഐ എം നോട്ട് ഷുവർ. ഓക്കെ, അപ്പൊ പിന്നീട് ജുവന്റസ് ഒക്കെ ഉണ്ടായിരുന്നു, റിയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നു. ദെൻ ഇപ്പൊ അദ്ദേഹം അവസാനമായി ചേക്കേറിയിരിക്കുന്ന ക്ലബ്ബ് ഏതാണ്? അൽ നസർ എന്ന് പറയുന്ന സൗദി ക്ലബ്ബാണ്. എന്താണ്? അൽ നസർ എന്ന് പറയുന്ന സൗദി അറേബ്യൻ ക്ലബ്ബാണ്. കാരണം സൗദി അറേബ്യ വളരെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള വളരെ മീൻസ് മാർക്കറ്റ് വാല്യൂ ഉള്ള കളിക്കാരെ മീൻസ് സൗദി അറേബ്യയിൽ എത്തിക്കുകയും സൗദി അറേബ്യയെ ഒരു ഫുട്ബോൾ മീൻസ് എന്താണ്, ഓൾറെഡി മക്ക സൗദി അറേബ്യയിലാണ്. അപ്പോൾ ഒരു ഫുട്ബോൾ മക്കയായിട്ട് സൗദി അറേബ്യയെ മാറ്റാൻ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ തന്നെ മുഖച്ഛായ മാറ്റാനുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇദ്ദേഹത്തെ അവിടെ എത്തിച്ചത്. 2023 വേൾഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ് വെള്ളി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം എന്ന് പറയുന്ന ബഹുമതി ആർക്കാണ്? കൊനേരു ഹംപി. ഈ ഒരു പേരൊന്ന് ഓർത്തു വെക്കാം. ഇനി 2024 ആരായിരുന്നു റിപ്പബ്ലിക് ഡേ ഗസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു? ബൈഡൻ ആയിരുന്നു വരേണ്ടത്. പക്ഷെ ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ കാരണം അദ്ദേഹം വന്നില്ല. പകരം ഇമ്മാനുവൽ മാക്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ 2023 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുഖ്യാതിഥി ആരായിരുന്നു? അബ്ദുൽ ഫത്താഹ് എന്ന് പറയും. ഈജിപ്ത് പ്രസിഡന്റ് ആണ്. പിന്നീട് ഇദ്ദേഹം തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? റീ എലക്ട് ഒക്കെ ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും അവിടെ നിൽക്കട്ടെ. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അറബ് രാജ്യത്തിൽ നിന്നുള്ള മുഖ്യാതിഥി എന്ത് ചെയ്യുന്നത്? റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി വരുന്നത്. അപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അറബ് രാജ്യത്തിൽ നിന്നുള്ള ഒരു മുഖ്യാതിഥി എന്ത് ചെയ്യുന്നത്? റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ എല്ലാ വർഷവും രാജ്പഥിലാണ് അരങ്ങേറുന്നത്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? രാജ്പഥിന്റെ പേര് കർത്തവ്യപഥ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കർത്തവ്യപഥിലാണ് എന്ത് ചെയ്യുന്നത്? മീൻസ് ഈ പറയുന്ന പദ്ധതികൾ നടക്കുന്നത്.
ഓക്കെ, ഈ ഒരു മീൻസ് 74ാമത് റിപ്പബ്ലിക് ഡേ പരേഡിന്റെ ഒരു പ്രത്യേകത പാൽ, പച്ചക്കറി, വഴിയോര കച്ചവടക്കാർ ഇതുപോലെയുള്ള സാധാരണക്കാർ ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് പ്രത്യേക ക്ഷണിതാക്കളാണ്. കർത്തവ്യ പതിലാണ് ഇവർക്കുള്ള ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ തീം കൂടി ഇത് 2023 ഒരു ഫാക്ട് ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ ഈ പറയുന്ന ആദ്യം പറഞ്ഞ ഫാക്ടുകൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കണം. അടുത്തൊരു കാര്യം, 6ാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ്. 6ാമത് ഇന്റർനാഷണൽ സ്പേസ് അല്ലട്ടോ, സ്പൈസ്, അത് ചെന്നൈയാണ്. സുഗന്ധ വിജ്ഞാന സമ്മേളനം എന്ന് പറയണം. അപ്പൊ സ്പൈസ് എന്നാണ് പറഞ്ഞത്, സ്പേസ് അല്ല. ഓക്കെ, അപ്പൊ ഇത് റോങ് ആണ്. സ്പൈസ് എന്നാണ് പറഞ്ഞത്, സുഗന്ധ വിജ്ഞാന സമ്മേളനം, അത് ചെന്നൈയിലാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ എന്ന് പറയുന്നത് എന്താണ്? സ്കൈ ഹോക്ക് എന്ന് പറയും. ഒഡീഷയിലെ IG ഡ്രോൺസ്, ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സ്കൈ ഹാക്കിന്റെ നിർമ്മാതാക്കൾ. ഓക്കെ, ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി പ്രകൃതി ദുരന്തങ്ങളോ മാനസിക പ്രതിസന്ധികളോ ബാധിച്ച ഏതൊരു വികസന രാജ്യത്തിനും വേണ്ടിയിട്ട് അവശ്യ എന്ന് പറഞ്ഞാൽ മീൻസ് അത്യാവശ്യമുള്ളത് എന്നർത്ഥമാണ്, മെഡിക്കൽ സപ്ലൈ നൽകുന്ന ഇന്ത്യയുടെ പുതിയ പദ്ധതി ആരോഗ്യ മൈത്രി. ഒന്നുകിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഹ്യൂമാനിറ്റേറിയൻ മാനുഷിക പ്രതിസന്ധികൾ ഉണ്ടായി. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ മീൻസ് അവർക്ക് മെഡിക്കൽ സപ്ലൈ നൽകുന്ന ഇന്ത്യയുടെ പുതിയ പദ്ധതിയുടെ പേരാണ് ആരോഗ്യ മൈത്രി എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാവുന്ന ഓർത്തു വെക്കുക. അടുത്തൊരു കാര്യം, ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ മേൽനോട്ടത്തിനായി നിയമിച്ച 5 അംഗ സമിതിയുടെ അധ്യക്ഷയാരാണ്? മേരി കോം. അല്ലെ, ഇപ്പൊ റീസെന്റ് ആയിട്ട് മീൻസ് റിസ്ലിംഗുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മീൻസ് ഈ ഒരു മേഖലയിൽ മീൻസ് അതിന്റെ പേരിൽ ഋഷിഭൂഷൺ അദ്ദേഹം പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുകയും സാക്ഷി മാലിക് തന്റെ കരിയർ അവസാനിപ്പിക്കുകയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പം ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഇയറിൽ വന്നിരിക്കുന്ന ഇൻസിഡൻസ് അതൊക്കെ അസസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരമാവധി ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. രഞ്ജി ട്രോഫി നിയന്ത്രിച്ച ആദ്യ വനിതാ അമ്പയർമാരാരാണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി, അല്ലാതെ ഈ ഒരു ഫാക്ട് നിങ്ങൾ മീൻസ് ബൈഹാർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന 5ാമത്തെ ഇന്ത്യൻ താരമാരാണ്? ശുഭ്മൻ ഗില്ലാണ് 5ാമത്തെ ഇന്ത്യൻ താരം. അതിനു മുമ്പ് രോഹിത് ശർമ്മ എന്നാണ് ഒരുപാട് താരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡബിൾ സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഇനി കോവിഡ് പാൻഡമിക് സമയത്തുള്ള ഇന്ത്യയുടെ വാക്സിൻ പദ്ധതി എന്താണ്? വാക്സിൻ മൈത്രി. ജനമൈത്രി എന്നൊക്കെ പറയുമ്പോൾ വാക്സിൻ മൈത്രി എന്നതാണ് അതിന്റെ പേര്. മീൻസ് അടുത്തൊരു കാര്യം, ഈ ഒരു ഫാക്ടർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി കേട്ടോ. ആഭ്യന്തര കുടിയേറ്റക്കാർക്കായി ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വോട്ട് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരുന്ന പുതിയ സംവിധാനമാണ് റിമോട്ട് വോട്ടിംഗ് മെഷീൻ എന്ന് പറയും. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോ അസാം, ബംഗാൾ അല്ലെങ്കിൽ അസാം, ബംഗാൾ, ഈ നോർത്ത് ഇന്ത്യയിലുള്ള ബീഹാർ, ഈ പറയുന്ന മേഖലയിലുള്ള ഒരുപാട് ആളുകളൊക്കെ ഇപ്പൊ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ആഭ്യന്തര കുടിയേറ്റക്കാർ, അപ്പൊ ഇവര് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ കേരളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇവര് ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, ഈ ഒരു വോട്ടിങ്ങിന് മാത്രം അവര് നാട്ടിൽ പോയി തിരിച്ചു വരണമെന്നില്ല. അപ്പൊ അത്തരം ആളുകളെ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ ഇത് എവിടെയും നടപ്പിൽ വരുത്താം എന്നാ പറയുന്നത്. ഇപ്പൊ ആഭ്യന്തരം മാത്രമാക്കേണ്ട, അന്താരാഷ്ട്ര തലത്തിലും ഇപ്പം UAE, സൗദി ഇതുപോലെയുള്ള GCC കൺട്രീസിലൊക്കെ, കാനഡ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ വലിയ ഒരു പോപ്പുലേഷൻ ഉണ്ട്. അപ്പൊ അവരെ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു കാര്യമായിരിക്കും. 50,000 വർഷത്തിന് ശേഷം ഭൂമിക്കരികിൽ കൂടി കടന്നു പോകുന്ന വാൽ നക്ഷത്രം. ഇത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു നമ്പർ C2022 E3 എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി. കാരണം ഈ ഒരു 50,000 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. കാരണം PSCയുടെ ആ ഒരു ട്രെൻഡ് മാറുന്നതിന്റെ ഒരു പാറ്റേൺ പല രീതിയിലാണ്. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ നമ്മളുടെ എന്താ പറയാ, ഈ പട്ടല്ലേ, അത് അഹമ്മദാബാദാണ് 2023 വേദിയാകുന്നത്. കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? മറവൻ തുരുത്ത് എന്ന് പറയും, കോട്ടയമാണ്. ഓക്കെ, അപ്പൊ ആദ്യ വാട്ടർ അഥവാ കേരള ടൂറിസത്തിന്റെയാണ് ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി. ജസ്റ്റ് ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി.
അടുത്തത് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകം എഴുതിയതാരാണ്? ശ്രീകുമാരൻ തമ്പി. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു പേര് ഓർത്തു വെക്കുക. അടുത്തൊരു കാര്യം, 2023 ഇന്ത്യ ജപ്പാൻ സംയുക്ത വ്യോമ അഭ്യാസത്തിന്റെ പേരെന്താണ്? വീർ ഗാർഡിയൻ എന്ന് പറയും. ഇപ്പൊ റീസെന്റ് ആയിട്ട് ധർമ്മ ഗാർഡിയൻ എന്ന പേരിലാണ് 2024. ഇപ്പൊ 2023 കാര്യമാണ് പറയുന്നത്. വീർ ഗാർഡിയൻ എന്നാണ് ഇന്ത്യ ജപ്പാൻ. അപ്പൊ 2024 ധർമ്മ ഗാർഡിയൻ എന്നാണ് പേര്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഏതായാലും ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. സൈനിക സഹകരണത്തിനും പ്രതിരോധത്തിനും വേണ്ടി ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ഈ അടുത്ത് കരാറിൽ ഏർപ്പെട്ടത്? സൈപ്രസ്. അപ്പൊ സൈനിക സഹകരണം, ഇപ്പം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം ടെക്നോളജിക്കലി അഡ്വാൻസ്മെന്റ് നേടിയ, ഇത് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന രാജ്യങ്ങൾക്ക് എന്താണ്, ഇത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും അല്ലെ. അത് ഇന്ത്യയുടെ ഒരു സ്വഭാവമാണ്, ഒരു കൾച്ചറലി ഇന്ത്യ പണ്ടേ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. 2023 ഇന്ത്യയിലെ ജനങ്ങൾ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് നുപൂർ ശർമ്മ. ഇത് മീൻസ് എന്തോ ഒരു വിവാദമായിരുന്നല്ലോ, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പരാമർശം നടത്തിയതിന്റെ ഒക്കെ പേര്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരാരാണ് എന്നുള്ള ഒരു സെർച്ച് അപ്പൊ ഏറ്റവും കൂടുതൽ നടന്നൊരു വ്യക്തിയാണ്. കേരള നിയമസഭ ലൈബ്രറി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ടി പത്മനാഭൻ. അടുത്തൊരു കാര്യം, 2023 ജനുവരിയിൽ ചർച്ചേര ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. ഇത് ഞാൻ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, എന്നിരുന്നാലും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കുറെ ആഘോഷങ്ങൾ ഉണ്ടാവും. ചിലത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിരിക്കും. ഇപ്പൊ കുംഭമേള അല്ലെങ്കിൽ എന്താണ് ഗംഗാസാഗർ മേള പോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതുപോലുള്ള ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി. 2023 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ആരാണ്? ജപ്പാനാണ്. ഇന്ത്യയുടെ സ്ഥാനം 85 ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് യങ് പ്രൊഫഷണൽ സ്കീം ആരംഭിച്ചത്? UK ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ജപ്പാനാണ്. ഇപ്പം 2024 എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ആണെന്ന് തോന്നുന്നു. ദെൻ ഇന്ത്യയുടെ സ്ഥാനം ഒരു സ്ഥാനം മുന്നോട്ട് വന്നിട്ടുണ്ട് തോന്നുന്നു, 84 82 എന്നാണ്. ഇവിടെ 85 2023. അടുത്തൊരു കാര്യം, ഈ ഡിസംബറിൽ ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ സർവീസ് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊൽക്കത്ത. ഇത് കൃത്യമായി ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആണ്. ഓക്കെ, അപ്പൊ അണ്ടർ വാട്ടർ മെട്രോ സർവീസ് വരുന്നത് എവിടെയാണ്? ഈ പറയുന്ന കൊൽക്കത്തയാണ്. ഈ മെട്രോയും ആദ്യം വന്നത് കൊൽക്കത്തയിലാണ്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധ ഭൂമിയായ സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ശിവ ചൗഹാൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു പേര് കൂടി ശ്രദ്ധിക്കാം. അപ്പൊ ഏറ്റവും ഉയരം കൂടിയതാണ്, അപ്പൊ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പൊ ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അത്രയും തണുപ്പാണ്. അപ്പൊ ഈ പറയുന്ന തണുപ്പിനെ കൂടി എന്ത് ചെയ്യണം, മീൻസ് അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ട്രെയിൻഡ് ആയിരിക്കണമാണ്. ഓക്കെ, ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത സിയോം പാലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ് എന്ന് പറയും. അരുണാചൽ പ്രദേശ്. ജസ്റ്റ് ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അടുത്ത റവന്യൂ പോലീസ് സംവിധാനം നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് ഇപ്പം റീസെന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി ഞാൻ പറയാം. ഉത്തരാഖണ്ഡ് എന്ത് ചെയ്യുന്നുണ്ട്? UCC യൂണിഫോം സിവിൽ കോഡ് ബില്ല് ഇപ്പൊ റീസെന്റ് ആയിട്ട് സഭ പാസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ യൂണിഫോം സിവിൽ കോഡ് ബില്ല് പാസ്സാക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ്. വരയാടുകൾ എന്ന് പറഞ്ഞാൽ നീലഗിരി താർ എന്ന് പറയും അല്ലെ. ഓക്കെ, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യത്തെ പ്രൊജക്ട് നീലഗിരി താർ പ്രൊജക്ട് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടുമാണ്. ഓക്കെ, അപ്പൊ തമിഴ്നാടുമാണ് നീലഗിരി താർ. കാരണം ഈ വെസ്റ്റേൺ ഘട്ട് ആ ഒരു മേഖലയിൽ, പശ്ചിമഘട്ട മേഖലയിലാണല്ലോ ഇവർ കൂടുതലുള്ളത്. അപ്പൊ പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ ഈ നീലഗിരി എന്ന് പറയുന്ന 3 സ്റ്റേറ്റുകൾ കൂടി ഷെയർ ചെയ്യും. തമിഴ്നാടും ഉണ്ട്, കേരളം ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, കർണാടകയാണ്. ഓക്കെ, അപ്പൊ ഈ നീലഗിരി താർ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് പദ്ധതി ആരംഭിച്ച് തമിഴ്നാടുമാണ്, കേരളയും കർണാടകയും അല്ല. ജപ്പാനെ മറികടന്നുകൊണ്ട് ലോകത്തിലെ 3ാമത്തെ വലിയ വാഹന വിപണിയായിട്ട് മാറിയ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇവിടെ 1-2 കാര്യങ്ങൾ കൂടി പറയാം. ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്? ജപ്പാനെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും 3ാമത്തെ വാഹന വിപണിയായിട്ട് മാറും. 3ാമത്തെ വാഹന വിപണി എന്ന് പറയും മാർക്കറ്റ്. കാരണം ഇന്ത്യ അത്രയും പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മാർക്കറ്റ് പോസിബിലിറ്റി കൂടുതലാണ്. അതേപോലെ ഇന്ത്യ ആഗോളതലത്തിൽ
5ാമത്തെ ലാർജസ്റ്റ് എക്കണോമിയാണ്, 5th ലാർജസ്റ്റ് എക്കണോമിയാണ്. അപ്പൊ ഇന്ത്യക്ക് മുമ്പ് US ഉണ്ട്, ചൈനയുണ്ട്. ദെൻ ഇവിടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ ജപ്പാൻ 3ാം സ്ഥാനവും ജർമ്മനി 4ാം സ്ഥാനവും ഇന്ത്യ 5ാം സ്ഥാനവും ആയിരുന്നു. ഇന്ത്യ ഈ 3ാം സ്ഥാനത്തേക്ക് എത്തും എന്നാണ് പറയപ്പെടുന്നത് 2028-30 ഒക്കെ ആവും. അതേസമയത്ത് ഇപ്പം ഈ പറയുന്ന ജപ്പാനെ 3ാം സ്ഥാനത്ത് നിന്ന് മറികടന്നുകൊണ്ട് ജർമ്മനി 3ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ ജർമ്മനി 3, ജപ്പാൻ 4. ഈ ഒരു കാര്യം കൂടി ഇവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. ന്യൂയോർക്ക് ടൈംസ് പുറത്തിറക്കിയ ലോകത്ത് കണ്ടിരിക്കേണ്ട 52 സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട ഏക സ്ഥലം എന്ന് പറയുന്നത് കേരളയാണ്. അപ്പൊ ലോകത്ത് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കേരളം 2023 ഇടം പിടിച്ചിട്ടുണ്ട്. മെക്സിക്കോയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സുപ്രീം കോടതി വനിതാ ചീഫ് ജസ്റ്റിസ്, ഇന്ത്യക്കെതിരെ ഒരുവരെ എന്ത് ചെയ്തിട്ടില്ല, ഒരു വനിതാ ചീഫ് ജസ്റ്റിസ് വന്നിട്ടില്ല. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് 2027 വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത് പുതിയ കണക്കുകൾ. കാരണം നമ്മൾ ഈ പറയുന്ന ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾക്ക് ഇത് കൃത്യമായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ നോർമ ലൂസിയ പിന്നെയാണ് എന്ത് ചെയ്യുന്നത് മെക്സിക്കോയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരുന്നത്. ഗോവയിലെ അന്താരാഷ്ട്ര മോപ്പ ഇന്റർനാഷണൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്താണ്? മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയും. ജസ്റ്റ് അവർ പേര് മാറ്റം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. 2023 ജനുവരിയിൽ ഒക്ടേവ് 2023 എന്ന് പേരിട്ട കൾച്ചറൽ ഫെസ്റ്റിവൽ അത് ആരാണ്? തമിഴ്നാടുമാണ്. ഒക്ടേവ് 2023 എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ നടത്തിയത് തമിഴ്നാടുമാണ്. ഇനി ബ്രിട്ടനിലെ ഹാരി രാജകുമാരന്റെ ആത്മകഥയുടെ പേരെന്താണ്? സ്പെയർ എന്ന് പറയും. ഓക്കെ, ഈ ഒരു പേര് മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. മികച്ച രീതിയിൽ ഭക്ഷ്യ സുരക്ഷ പരിശോധനകൾ നടത്തുന്ന സംസ്ഥാനങ്ങളുടെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയതാരാണ്? തമിഴ്നാട്. അപ്പൊ തമിഴ്നാട് ഭക്ഷ്യ സുരക്ഷാ പരിശോധനകൾ. അപ്പൊ ഭക്ഷ്യ സുരക്ഷാ പരിശോധനകൾ ഇപ്പം റീസെന്റ് ആയിട്ട് എന്തോ ഒരു ബ്ലോഗ് കണ്ടു തമിഴ്നാടുവിലുള്ള. അപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ ഈ പറയുന്ന ഫുഡ് പോയിസൺ ഒക്കെ ഉള്ളത് കൊണ്ട് ഇവര് മീൻസ് എന്ത് ചെയ്തു, ഒരു ഫിഷ് ചുട്ടെടുക്കുന്ന സംവിധാനം അത് പോയി നോക്കുമ്പോൾ അഥവാ ജീവനുള്ള മത്സ്യത്തെ പിടിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ അത്രയും ഫ്രഷ് ആണ്. അപ്പൊ ഈ ഭക്ഷ്യസുരക്ഷ, അപ്പൊ ഈ രാജ്യത്ത് 1ാം സ്ഥാനം നേടി എന്ന് പറയുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വളരെ വലിയ ആ ഒരു മീൻസ് എന്താണ്, അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ്. 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഗണിത പഠനം നിർബന്ധമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ബ്രിട്ടൻ. അപ്പൊ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? കണക്ക് പഠിച്ചിരിക്കണം എന്ന് നിർബന്ധം വരുത്തുന്ന രാജ്യമാണ് UK. 2023 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചത് നീലക്കുറിഞ്ഞി. ഓക്കെ, ഈ നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം കേരളത്തിൽ ഇപ്പൊ ഈ നീലക്കുറിഞ്ഞി. ഓക്കെ, അപ്പൊ ഈ ജനുവരിയിൽ കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ചതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നീലക്കുറിഞ്ഞി ഇത് ഇന്ത്യയിലെ ഏത് മേഖലയിലാണ്? ഇതുമായി ബന്ധപ്പെട്ട മീൻസ് ഫാക്ടുകൾ ഒന്ന് പഠിച്ചു വെക്കാം. 2020 ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ കാർ ഏതാണ്? ഇവ എന്ന് പറയും. ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം പഠിച്ചു വെച്ചാൽ മതി. ദെൻ ഇന്ത്യയിലെ അന്ധത നിയന്ത്രണ നയം പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ഏതാണ്? രാജസ്ഥാൻ. ഓക്കെ, അപ്പൊ ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് രാജസ്ഥാൻ ആരായിരുന്നു? കോൺഗ്രസ് ലെഡ് ഗവൺമെന്റ് ആയിരുന്നു. ഇപ്പം BJP എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ കയറിയിട്ടാണ്. ഏറ്റവും ആഴമേറിയ ഭൂഗർഭ മെട്രോ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? പൂനെയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ ഭൂഗർഭ മെട്രോ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? പൂനെയിലാണ്. അടുത്തത് 2023 ഫെബ്രുവരിയിൽ നടക്കുന്ന G20 പരിസ്ഥിതി മീറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ബാംഗ്ലൂരുവാണ്. ഓക്കെ, അടുത്തൊരു കാര്യം, ഇന്ത്യൻ നാവികസേനയും കരസേനയും വ്യോമസേനയും അപ്പൊ ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസം എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താണ്? ആംഫെക്സ് 2023 എന്ന് പറയും. അപ്പൊ ഇന്ത്യയുടെ സംയുക്തം എന്ന് പറയാം. 3 സേനയില്ലേ? ഏതൊക്കെയാണ്? നാവികസേനയുണ്ട്, കരസേനയുണ്ട്, വ്യോമസേനയുണ്ട്. അടുത്തൊരു കാര്യം, കോഴിക്കോട് ബേപ്പൂരിൽ നിലവിൽ വരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഈ പറയുന്ന സ്മാരകത്തിന്റെ പേരെന്താണ്? ആകാശ മിഠായി എന്ന് പറയും. ഓക്കെ, അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകം അതിന്റെ പേര് ഇപ്പൊ കോഴിക്കോട് ഒരു ഹോംവർക്ക് തരാം. ഇപ്പൊ കോഴിക്കോടിന് ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്തോ ഒരു മീൻസ് സാഹിത്യ സിറ്റി എന്നോ എന്തോ ഒരു പേര് കിട്ടിയല്ലോ. ആ ഒരു പേര് എന്ത് ചെയ്യാം? ഗ്വാളിയോർ മ്യൂസിക് സിറ്റിയാണ്. അപ്പൊ അതിന്റെ കൂടെ എന്തോ ഒരു സിറ്റി എന്ന് പേര് കിട്ടിയിട്ടാണ്. ആ ഒരു കാര്യം ഒന്ന് പഠിച്ചു വെക്കാം.
ദെൻ രാഷ്ട്രപതി ഭവനിൽ ഒരു മുഗൾ ഗാർഡൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പല സ്പെസിഫിക് ആയിട്ടുള്ള തീമാറ്റിക് ഗാർഡനുകൾ ഉണ്ട്. അതിന്റെ മീൻസ് ഡെപ്തിലൊന്നും നിങ്ങൾ പഠിക്കേണ്ട. അതേ സമയത്ത് ഈ മുഗൾ ഗാർഡൻ ഇതിന്റെ പുതിയ പേരെന്താണ്? അമൃത് ഉദ്യാൻ എന്ന് പറയും. അപ്പൊ സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 പി ജയചന്ദ്രൻ. ഇനി അന്താരാഷ്ട്ര കരകൗശല ഉച്ചകോടി എന്താണ്? അന്താരാഷ്ട്ര കരകൗശല ഉച്ചകോടി അതെവിടെയാണ്? ജയ്പൂരാണ്. ഓക്കെ, ജയ്പൂർ എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ. 2023 മീൻസ് ജവഹർലാൽ നെഹ്റുവിന്റെ സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യം ശ്രീലങ്കയാണ്. ഓക്കെ, ഇപ്പൊ ശ്രീലങ്ക ഇപ്പം റീസെന്റ് ആയിട്ട് ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ശ്രീലങ്കയിൽ ചൈന ഒരു പദ്ധതി മീൻസ് എന്ത് ചെയ്യാം, ലോഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം നമുക്കത് ഭീഷണി ആയതുകൊണ്ട് തന്നെ മീൻസ് ശ്രീലങ്ക നമ്മളോട് എത്രമാത്രം അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ അത്രയും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ശ്രീലങ്കയോട് പറഞ്ഞു ലോൺ ആവുമ്പോൾ തിരിച്ചു കൊടുക്കണമല്ലോ, നമ്മൾ എന്ത് ചെയ്യാം, ഗ്രാൻഡ് ആയിട്ട് നൽകാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ദെൻ മീൻസ് ഇന്ത്യ ഈജിപ്ത് ഇവർ സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസമാണ് സൈക്ലോൺ എന്ന് പറയും. ഓക്കെ, അപ്പോ ഈ പറയുന്ന മീൻസ് നമ്മൾ പറഞ്ഞു ജപ്പാനുമായിട്ട് വീർ ഗാർഡിയൻ, ഇവിടെ എന്താണ് സൈക്ലോൺ എന്ന് പറയുന്നതാണ് ഈജിപ്തുമായിട്ട്. ഓക്കെ, മീൻസ് 2023 സുവർണ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം എന്താണ്? ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചത് കെൽട്രോൺ എന്ന് പറയും. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ദെൻ സഹർഷ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചത് ത്രിപുരയാണ്. അപ്പൊ സഹർഷ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചത് ത്രിപുരയാണ്. തെലങ്കാനയുടെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആയി നിയമിതയായത് ശാന്തകുമാരിയാണ്. ഓക്കെ, അപ്പൊ ശാന്തികുമാരിയാണ്. അപ്പൊ ഇതുപോലുള്ള ഫസ്റ്റ് വുമൺ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തൊരു കാര്യം, മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ്. ഈ ഒരു പുസ്തകം മാജിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ മാജിക്കിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മീൻസ് മാനുഷിക അല്ലെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള ഒരു സോഷ്യൽ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ കൂടുതൽ നിരതനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗോപിനാഥ് മുദിക്കാട്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ദെൻ ജനുവരിയിൽ മദ്യം വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായം 21 നിന്ന് 18 ആക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് ഏതാണ്? കർണാടക. അപ്പൊ മദ്യം വാങ്ങാൻ ചുരുങ്ങിയത് 21 വയസ്സ് വേണ്ടിയിരുന്നു, അത് 18 വയസ്സിലേക്ക് താഴ്ത്താൻ തീരുമാനിച്ച സ്റ്റേറ്റ് ഏതാണ്? കർണാടകയാണ്. ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് എക്സലൻസ് സെന്റർ, ഇപ്പം ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെ ഇപ്പൊ GST പരിധിയിൽ വന്നിട്ടുണ്ടല്ലോ, 28% GST വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓൺലൈൻ ഗെയിമിംഗ് എക്സലൻസ് സെന്റർ ആരംഭിച്ചത് എവിടെയാണ്? ഷിലോങ് ആണ് അല്ലെ. ഇനി കടൽ മാർഗം പാഴ്സലുകളും മെയിലുകളും എത്തിക്കുന്നത് ഇന്ത്യ പോസ്റ്റ് ആരംഭിച്ച സംവിധാനമാണ് തരംഗം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ മീൻസ് എന്താ പറയാ, തരംഗങ്ങളായിട്ടാണല്ലോ ഇവര്. ഓക്കെ, അപ്പൊ തരംഗ് മെയിൽ സർവീസ് ആണ് എന്ത് ചെയ്യുന്നത്? കടൽ മാർഗം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചൊരു കാര്യം. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോയുടെ തീം നാരീശക്തി എന്ന് പറയും. നാരീശക്തി, സ്ത്രീ ശാക്തീകരണം. അപ്പൊ അതാണ് 74. ഇപ്പൊ 75ാമത്തെ റിപ്പബ്ലിക് ഡേ പരേഡിന് എന്ത് ചെയ്തിട്ടില്ല, മീൻസ് BJP അല്ലാത്ത സ്റ്റേറ്റുകൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളുടെ ഒന്നും ടാബ്ലോ സ്വീകരിച്ചിട്ടില്ല. ബേപ്പൂർ റാണി എന്ന പേരിൽ ഒരു മാതൃകയിലായിരുന്നു കേരളത്തിന്റെ ഫ്ലോട്ട്. ചേപ്പാട് സ്വദേശി കാർത്തിയായനി അമ്മയുടെ പ്രതിമയാണ് എന്ത് ചെയ്യുന്നത്? ദൃശ്യത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചത്. ദെൻ സാക്ഷരതാ പരീക്ഷ ജയിച്ച് 2020 നാരീശക്തി പുരസ്കാരം നേടിയ വനിതയാണ് കാർത്തിയായനി അമ്മ. ഓക്കെ, ദെൻ 24 സ്ത്രീകൾ മാത്രമാണ് ഇത്തവണ കേരളത്തിന്റെ ഫ്ലോട്ടിൽ ഉണ്ടായിരുന്നത്. 2023 കഥമാണ്. ദെൻ ആദ്യമായി കേരളം റിപ്പബ്ലിക് ദിന പരേഡിൽ ഗോത്ര നൃത്തം അവതരിപ്പിച്ചു. അട്ടപ്പാടി കേന്ദ്രമാക്കി നഞ്ചിയമ്മയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഗോത്ര കലാമണ്ഡലത്തിന്റെ ഇരുള നൃത്തമാണ് ടാബ്ലോയുടെ മുഖ്യ ആകർഷണമായിട്ട് വന്നത്. അതുപോലെയുള്ള സ്പെസിഫിക് ഫാക്ടുകൾ മാത്രം. സ്ത്രീകൾ മാത്രമായുള്ള ടാബ്ലോയുടെ ആശയം തയ്യാറാക്കിയത് സിനി കെ തോമസ് ആണ്. ഡിസൈൻ ചെയ്തത് ജോസഫ് ആണ്. ദെൻ ഫ്ലോട്ട് ഒരുക്കിയത് ശങ്കാരിമേളം, ചിട്ടപ്പെടുത്തിയത് കലാമണ്ഡലം അഭിഷേകനാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ജസ്റ്റ് ഈ ഒരു ഫാക്ടുകൾ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ആദിത്യ സുരേഷ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ബാലപുരസ്കാരം, ഇപ്പം ബാൽ പുരസ്കാരം എന്ന് പറയുന്നത് ഇപ്പൊ റിപ്പബ്ലിക് ഡേ
റിപ്പബ്ലിക് ഡേയുടെ തൊട്ട് 2 ദിവസം മുമ്പാണ് എന്ത് ചെയ്യുന്നത്, ഈ അവാർഡുകളൊക്കെ നൽകുന്നത്. ജസ്റ്റ് ആ ഒരു കാര്യം. ആദിത്യ സുരേഷ് 2023 നമ്മൾ പറഞ്ഞു. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദെൻ ഈ ആദിവാസികൾക്ക് എല്ലാ രേഖകളും നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ വയനാടാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ദെൻ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ അഥവാ മീൻസ് ആകാശപാലം എന്നൊക്കെ പറയാം, അത് അരൂരാണ്. ഏകദേശം 12.75 കിലോമീറ്റർ ആണ് നീളം. ദെൻ ജനുവരിയിൽ വീടുകളിൽ പൈപ്പുകളിലൂടെ പാചകവാതകം അത് എത്തിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സിറ്റി ഗ്യാസ് പദ്ധതി എന്ന് പറയും. കാരണം ഇപ്പോ സിലിണ്ടർ അല്ലേ, അപ്പൊ സിലിണ്ടറിന് പകരം എന്ത് ചെയ്യാം, ഇപ്പം പോസിബിൾ അല്ല എന്നൊന്നും നമുക്ക് പറഞ്ഞുകൂടാ. ഇപ്പൊ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി സേഫ്റ്റി വേണ്ടി വരും. ഇപ്പൊ വാട്ടർ പൈപ്പിൽ വരുന്നില്ലേ, അതേപോലെ എന്ത് ചെയ്യാം, ഗ്യാസും പൈപ്പിൽ വരാമല്ലോ, പോസിബിലിറ്റി ഉണ്ടല്ലോ. ആ ഒരു പദ്ധതിയുടെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് ദിവസമാണ്? 2023 മുതൽ മെയ് 17 കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കും. ദെൻ ജനുവരിയിൽ നേപ്പാളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വിമാന അപകടം, 80ഓളം ആളുകളൊക്കെ മരിച്ചിട്ടുണ്ട്. ആ ഒരു വിമാനത്തിന്റെ പേര് ATR 72. അതൊന്നും നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കണം എന്നില്ല, നമ്മൾ കണ്ടപ്പോൾ ജസ്റ്റ് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. എക്കണോമിക് ഫോറത്തിന്റെ വേദി ഡാവോസ് എന്ന് പറയും, സ്വിറ്റ്സർലാൻഡ്. അപ്പൊ 2023 വേൾഡ് എന്താണ് എക്കണോമിക് ഫോറം. അപ്പൊ ഇതിന്റെ മീൻസ് എന്തായിട്ട് മാറുന്നത്, മീൻസ് എവിടെയാണ് ഇതിന്റെ വേദിയാകുന്നത്? ദാവോസ്, സ്വിറ്റ്സർലാൻഡ് ആണ്. അടുത്തൊരു കാര്യം, ജനുവരിയിൽ കേരളത്തിന്റെ നോറോ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? എറണാകുളം. ഇതുപോലെയുള്ള പുതിയ രോഗങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കുസാറ്റാണ്. അപ്പൊ 1974 കുസാറ്റ് സ്ഥാപിതമാകുന്നത്. അപ്പൊ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഇതാണ്. ദെൻ സ്കൂൾ ബസ്സുകൾ രക്ഷിതാക്കൾക്ക് ട്രാക്ക് ചെയ്യാനുള്ള കേരള മോട്ടോർ വാഹന വകുപ്പ് പുതുതായി പുറത്തിറക്കിയ സൗജന്യ ആപ്പാണ് വിദ്യാ വാഹൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു കാര്യം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലകളും കോളേജുകളും ഒരു കുടക്കീഴിൽ. അപ്പൊ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് അതേപോലെ തന്നെ കോളേജുകൾ, ഇതൊക്കെ KREEP എന്ന് പറയും. ഓക്കെ, ഈ അടുത്ത് വെടിയേറ്റ് മരിച്ച ഒരു ഒഡീഷയുടെ ആരോഗ്യമന്ത്രി ആരാണ്? പേരൊന്ന് പഠിച്ചു നോക്കുക, നബ കിഷോർ ദാസ്. ഈ അസാസിനേറ്റ് ചെയ്യപ്പെടുന്ന രാഷ്ട്ര നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ 2023 റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി ഈ ഫ്ലോട്ടുകളിൽ ഒന്നാമത് കേരളം നാരീശക്തി അവതരിപ്പിച്ചു. ഉത്തരാഖണ്ഡ് ആണ് എന്ത് ചെയ്യുന്നത്, 1ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഇനി ആന്ധ്രയുടെ പുതിയ തലസ്ഥാനമായി വരുന്നത് വിശാഖപട്ടണമാണ്. കാരണം മീൻസ് ആന്ധ്രയും തെലങ്കാനയും ഒക്കെ വിഭജിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പുതിയ തലസ്ഥാനമായിട്ട് വരുന്ന വിശാഖപട്ടണമാണ്. ഇത് ഒരുപാട് മുമ്പേ വിഭജിച്ചതാണ് കേട്ടോ. കാരണം 2000 ആ ഒരു സമയത്തല്ലേ. 2023-24 വർഷങ്ങളിലെ വോളിബോൾ ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. അപ്പൊ 2023-24 വോളിബോൾ ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പ് ഇതിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. ദെൻ ഇന്ത്യൻ സ്റ്റുഡൻസ് ആൻഡ് അലുമിനി യൂണിയന്റെ ഇന്ത്യ UK അച്ചീവറി പുരസ്കാരം നേടിയത് മൻമോഹൻ സിംഗ് ആണ്. MS സ്വാമിനാഥ റിസർച്ച് ഫൗണ്ടേഷൻ അധ്യക്ഷയായി. സ്വാഭാവികമായിട്ടും MS സ്വാമിനാഥന്റെ പേരിൽ നിങ്ങൾക്കറിയാം, MS സ്വാമിനാഥൻ ഈ ഒരു പേര് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇപ്പം റീസെന്റ് ആയിട്ട് ഈ ഒരു വർഷം ഭാരതരത്ന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ 2023 ഫാക്ട് ആണ് പറയുന്നത്. 2024 ഈ പറയുന്ന ഭാരതരത്ന പ്രഖ്യാപിച്ച LK അദ്വാനി, MS സ്വാമിനാഥൻ, ദെൻ നരസിംഹറാവു, അതേപോലെ തന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ, ചരൺ സിംഗ് അല്ലെ. അപ്പൊ ഈ പറയുന്ന മീൻസ് സ്വാമിനാഥൻ ആ റിസർച്ച് ഫൗണ്ടേഷന്റെ അധ്യക്ഷയായിട്ട് ചുമതലയേറ്റത് മീൻസ് ആരാണ്? മീൻസ് സൗമ്യ സ്വാമിനാഥനാണ്. ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂരാണ്. അതേപോലെ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട അപൂർവ രോഗങ്ങളുടെ റെയർ ഡിസീസ് മികവിന്റെ കേന്ദ്ര പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടപിടിച്ചത് എന്താണ്? ഈ പറയുന്ന സ്വാതി തിരുനാൾ എന്ന് പറയുന്ന ആ ഒരു ആശുപത്രിയാണ്. SAT ആശുപത്രി തിരുവനന്തപുരമാണ്. ദെൻ മീൻസ് ഈ ഒരു ഫാക്ടുകളൊന്നും നിങ്ങൾ പഠിക്കേണ്ട, കാരണം ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഫാക്ടുകളാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 1000 റൺസ് നേടുന്ന ഇന്ത്യൻ താരമാരാണ്? ശുഭ്മൻ ഗില്ലാണ്.
ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന താരം ഇഷാൻ കിഷനാണ്. 126 പന്തുകളിലാണ്. ശുഭ്മൻ ഗില്ലും എന്ത് ചെയ്തിരുന്നു, മീൻസ് ഈ പറയുന്ന രീതിയിൽ ഇരട്ട സെഞ്ചുറി നേടിയിരുന്നു. അണ്ടർ 19 വനിതാ T20 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ജസ്റ്റ് അതൊന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഈ ഒരു കാര്യം പഠിച്ചു നോക്കണം. NCERT ആരംഭിച്ച ഇന്ത്യയുടെ നാഷണൽ അസസ്മെന്റ് റെഗുലേറ്റർ എന്നാണ്? പരക് എന്ന് പറയും. ഓക്കെ, പരക്. അപ്പൊ NCERT ആണ് ഇവരുടെ ഈ പറയുന്ന ഒരു അസസ്മെന്റ് റെഗുലേറ്റർ ആണ്. ഇന്ത്യയിലെ GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആരാണ്? കേരള. അപ്പൊ GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ആരാണ്? കേരളയാണ്. അതേപോലെ തന്നെ G20 പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം G20 എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലെ. അപ്പൊ ഹരിയാനയിലെ യൂണിവേഴ്സിറ്റി ഏതാണ്? ജിൻഡാൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, അടുത്തൊരു കാര്യം, കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഹോളിഡേ. അപ്പൊ കേരളത്തിൽ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഭക്ഷ്യ പരിശോധനയിൽ മുന്നിട്ട് നിൽക്കുന്ന സ്റ്റേറ്റ് തമിഴ്നാടുമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ആദ്യത്തെ ജില്ല ആരാണ്? കൊല്ലം. ഓക്കെ, ഇപ്പൊ റീസെന്റ് ആയിട്ട് കൊല്ലത്തല്ലേ നമ്മളുടെ സ്കൂൾ കലോത്സവമൊക്കെ നടന്ന മമ്മൂട്ടി അതിഥിയായി വന്നതൊക്കെ. അപ്പൊ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട 2023 കണ്ടിരിക്കേണ്ട 52 വിനോദ കേന്ദ്രങ്ങളിൽ കേരളം ഇടം പിടിച്ചിട്ടുണ്ട്. റെസ്റ്റോറന്റുകളുടെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിന് ഹൈജീൻ റൈറ്റിംഗ് ആപ്പ് പുറത്തിറക്കിയ സ്റ്റേറ്റ് ഏതാണ്? കേരളം. അതേസമയത്ത് ഭക്ഷ്യ മീൻസ് പരിശോധനയിൽ തമിഴ്നാടാണ് മുന്നിൽ നിൽക്കുന്നത്. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ഗോകുലം ഗോപാലനാണ്. ഈ പ്രഥമ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം K വേണു ആണ്. ദെൻ പ്രഥമ ഫെഡറൽ ബാങ്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആ പറഞ്ഞൊരു ഫാക്ട് മാത്രം ശ്രദ്ധിക്കാം. ദെൻ ഈ ഒരു പുന്നക്കൈ പുരസ്കാരം നമ്മൾ പറഞ്ഞു മന്ദഹാസം എന്ന് പറയുന്നതാണ്. ദെൻ വടക്കേ അമേരിക്കയിലെ മലയാളി സംഘടനയായ പോക്കന ഏർപ്പെടുത്തിയ മികച്ച മന്ത്രിക്കുള്ള പുരസ്കാരം, മന്ത്രിക്കുള്ള പുരസ്കാരം നേടിയത് മുഹമ്മദ് റിയാസ് ആണ്. ഓക്കെ, ജസ്റ്റ് മീൻസ് അദ്ദേഹം കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ദെൻ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓപ്പറേഷൻ ആഗാണ്. ദെൻ 2022 ഓടക്കുഴൽ പുരസ്കാരം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ്. ഓടക്കുഴൽ പുരസ്കാരം അംബികാസുധൻ മാങ്ങാടാണ്. ദെൻ പ്രാണവായു എന്ന് പറയുന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. എന്താണ് 30,000 രൂപ പ്രശസ്തി പത്രം. ഓക്കെ, അതൊന്നും ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഓടക്കുഴൽ അവാർഡ് നൽകുന്നത്. ഓക്കെ, ആർക്ക് കിട്ടി എന്ന് പറയുന്നത് ഒന്ന് അറിഞ്ഞു വെക്കാം. ഭാരതീയ പുരസ്കാരം 2023 പ്രവാസി ഭാരതീയ പുരസ്കാരം 1 അലക്സാണ്ടർ മാളിയേക്കൽ, സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, രാജേഷ് സുബ്രഹ്മണ്യം എന്ന് പറയും. അതേപോലെ തന്നെ രാഷ്ട്രപതിയാണ് ഈ പുരസ്കാരം നൽകുന്നത്. ദെൻ 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നല്ലോ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ജനുവരി 9 എന്ത് ചെയ്യുന്നത് ദേശീയ പ്രവാസി ദിനമായി ആചരിക്കുന്നത്. 2003 ഇത് ആചരിച്ചു തുടങ്ങുന്നത്. 2015 വരെ എല്ലാ വർഷവും നടത്തിയിരുന്നെങ്കിൽ 2015 മുതൽ പിന്നീട് എന്താണ് ഈ 2 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ദിവസം ആചരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന 3 മലയാളികളുടെ പേര് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. നീലഗിരി താറ് സംരക്ഷിക്കാൻ വേണ്ടി പ്രൊജക്ട് നീലഗിരി ടൈഗർ ആരംഭിച്ചതാരാണ്? തമിഴ്നാടുമാണ്. അതും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ജനുവരി 1 മുതൽ യൂറോപ്യൻ യൂണിയൻ കറൻസിയായി യൂറോ അംഗീകരിച്ച യൂറോ അംഗീകരിക്കാൻ തീരുമാനിച്ച രാജ്യം ആരാണ്? ക്രൊയേഷ്യയാണ്. ഓക്കെ, അപ്പം ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, നാറ്റോയിൽ പുതിയ മെമ്പേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സ്വീഡൻ, ഫിൻലാൻഡ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നാറ്റോയുടെ മെമ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ചെറുധാന്യ വർഷമായി നമ്മൾ പറഞ്ഞു 2023, 24 ഒട്ടക വർഷമാണ്. 2025 എന്തായിരുന്നു പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2025 എന്തോ ഒരു പ്രത്യേകത പറഞ്ഞു അല്ലെ. ഇന്ത്യയിലെ ആദ്യമായി അണ്ടർ വാട്ടർ മെട്രോ നമ്മൾ പറഞ്ഞു കൊൽക്കത്തയാണ്. ചില ഫാക്ടറികൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ശിവ ചൗഹാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷൻ കളിക്കാരുടെ ശാരീരക്ഷമത പരിശോധിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചതാണ്. യോയോ റൂംസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഈ യോയോ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ക്രിക്കറ്റ് കളിക്കാരുടെ ആ ഒരു അവരുടെ ശാരീരക്ഷമത എത്രമാത്രം ഉണ്ട് എന്ന് അളക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ 2023 വേൾഡ് ഹാബിറ്ററ്റ് അവാർഡ് ഒഡീഷയിലെ പദ്ധതി എന്താണ്? ജാഗ മിഷൻ എന്ന് പറയും.
ഹൈഡ്രജൻ ട്രെയിൻ ആരംഭിക്കുന്ന ഏഷ്യയിലെ ആദ്യ രാജ്യം നമ്മൾ പറഞ്ഞു ചൈനയാണ് എന്ന് ഓൾറെഡി പറഞ്ഞു. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ സർവീസ് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂസ് ഗംഗാവിലാസ് എന്ന് പറയും. അപ്പൊ നോർത്ത് ഇന്ത്യയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റിവർ ഏതാണ്? ഗംഗയല്ലേ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് എന്ന് പറയുന്നത് ഗംഗാവിലാസ്. അന്തരിച്ച ഗുജറാത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? മഞ്ജുള സുബ്രഹ്മണ്യം എന്ന് പറയും. കന്നുകാലികൾക്ക് ഇന്ത്യയുടെ ആദ്യത്തെ മൊബൈൽ IVF യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് അമേലി, ഗുജറാത്ത്. കാരണം ഈ പറയുന്ന അമൂൽ അല്ലെങ്കിൽ എന്താണ് ഇതുപോലുള്ള കോപ്പറേറ്റീവ് പദ്ധതികളൊക്കെ ഗുജറാത്ത് ബേസ് ചെയ്തിട്ടാണ്. ആ ഒരു തീം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഇനി ഏത് രാജ്യത്തെ ചെമ്പ് ലിഥിയം ഖനികൾ ഏറ്റെടുക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചത്? അത് അർജന്റീന. കാരണം അർജന്റീന എന്ന് പറയുന്ന ഒരു രാജ്യം പലപ്പോഴും എന്താണ് ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ട് ഇല്ല എന്നല്ല പറയുന്നത്, എന്നാലും ഇതുപോലെയുള്ള മിനറൽസ് ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ബാക്കിയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസ മുണ്ട നിലവിൽ വരുന്നത് എവിടെയാണ്? ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒഡീഷ ആയിരിക്കും, ഭുവനേശ്വർ അല്ലെങ്കിൽ റൂർക്കേല. ദെൻ രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എന്താണ്? വിസിറ്റ് ഇന്ത്യ സ്വാഭാവികമാണല്ലോ 2023. വിന്റേജ് വാഹനങ്ങൾക്ക് വേണ്ടി പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ചത് ഏതാണ്? ഒഡീഷ. ഓൾറെഡി പഠിച്ചല്ലോ, ഹോക്കി. ഹോക്കി എന്ന് പറയുന്നത് വളരെ പുരാതനമായ ഒരു കളിയൽ, മീൻസ് ഇന്ത്യയുടെ ദേശീയ കളി എന്നൊക്കെ പറയുന്നത്. അപ്പൊ വിന്റേജ് വാഹനങ്ങൾക്ക് വേണ്ടി പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ച ആദ്യ സ്റ്റേറ്റ് കൂടി ആരാണ്? ഈ പറയുന്ന ഒഡീഷയാണ്. ദെൻ ഗ്യാൻ ഗൈ ഫെസ്റ്റിവൽ ആരംഭിച്ച ഇത് ഇങ്ങനെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണമെന്നില്ല, നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല, അത്രയും ഡെപ്തിലേക്കൊന്നും നിങ്ങൾ പോകണമെന്നില്ല. ദെൻ അന്തരിച്ച ബ്രസീൽ ഫുട്ബോൾ താരം പെലെയുടെ പേരിൽ സ്റ്റേഡിയം പുനർനാമകരണം ചെയ്യുന്ന ലോകത്തിലെ ആദ്യ രാജ്യം എന്താണ്? കാപ്പെ വേർഡെ എന്ന് പറയും. ഇപ്പൊ പെലെ എന്ന് പറയുന്ന ഒരു താരം, ജസ്റ്റ് അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ 2022 കോഴിക്കോടായിരുന്നു. തേനീച്ചകൾക്ക് വാക്സിൻ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ആരാണ്? അമേരിക്കയാണ്. തേനീച്ചകൾക്കാണ് കേട്ടോ. ബാങ്കിംഗ് ഇടപാടുകൾ പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഇപ്പൊ ഈ സാക്ഷരതയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കേരളമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ബാങ്കിങ് ഡിജിറ്റൽ ആക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ഒരു സ്റ്റേറ്റ്. അപ്പൊ കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്, ബാങ്കിങ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ജനുവരി 7 ദെൻ കുടുംബ വനവൽക്കരണ ക്യാമ്പയിൻ റെക്കോർഡ് നേട്ടം കൈവരിച്ച ട്രീ ടീച്ചർ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ബേരാറാം ബക്കർ എന്ന് പറയും. അദ്ദേഹം 24 വർഷത്തിനിടെ 4 ലക്ഷം മരങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ഫാക്ട് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, ഭൗമസൂചിക GI ടാഗ് ലഭിച്ചിരിക്കുന്ന കേരളത്തിലെ എള്ള് ഏതാണ്? ഓണാട്ടുകര എള്ള്. ഇതെന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ഇതുപോലെയുള്ള സംഗതികൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറെ സ്റ്റേറ്റുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, SAT അവിട്ടം തിരുനാൾ ആശുപത്രിയാണ് എന്ത് ചെയ്യുന്നത്, അപൂർവ രോഗങ്ങൾക്കുള്ള ആദ്യത്തെ മികവിന്റെ കേന്ദ്രമായി, സെന്റർ ഓഫ് എക്സലൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിട്ടം തിരുനാൾ ആശുപത്രി എന്നതാണ് അതിന്റെ പേര്. ലോകത്ത് ആദ്യമായി വനിതാ ക്രിക്കറ്റ് താരത്തിന്റെ പ്രതിമ അനാവരണം ചെയ്ത രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഇപ്പം ഷെയ്ൻ വോണ്ടതൊക്കെ പ്രഖ്യാപിച്ചിരുന്നല്ലോ. അപ്പൊ അതിനുശേഷം ആദ്യത്തെ ഒരു വനിതാ ക്രിക്കറ്ററുടെ മീൻസ് ഇത് കൊണ്ടുവന്ന് എന്താണ് എന്താ പറയാ, നമ്മള് ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഓസ്ട്രേലിയയാണ്. കാരണം ക്രിക്കറ്റിന്റെ അപ്പോസ്തലന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ 2023 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വേൾഡ് കപ്പിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 6 വർഷം എന്ത് ചെയ്യുന്നുണ്ട്, വേൾഡ് കപ്പ് നേടിയിട്ടാണ്. കാരണം അത്രത്തോളം വേൾഡ് കപ്പ് നേടിയ രാജ്യം മറ്റൊന്നില്ല എന്നത് തന്നെയാണ് സത്യം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ അതോടൊപ്പം ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇമ്പോർട്ടന്റ് ഇപ്പൊ കുറച്ച് ഫാക്ടുകൾ എന്ത് ചെയ്യും നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. എന്നിരുന്നാൽ കൂടി ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. നമ്മൾക്ക് അടുത്ത കറണ്ട് അഫയേഴ്സ് എത്രയാണോ മാർക്ക് 20 മാർക്സ് ആണെങ്കിൽ, അതേപോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് സബ് റിലേറ്റഡ് ആയിട്ട് കൂടി വരും, സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് കൂടി വരും. ആ മാർക്കുകൾ കൂടി നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.